തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധികാരങ്ങൾ പോലും എടുത്തുകളഞ്ഞ് നാട്ടിൽ മദ്യം സാർവത്രികമാക്കുന്നതിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന LDF സർക്കാർ ജനങ്ങളോട് ചെയ്യുന്നത് ക്രൂരതയാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അബ്ദുറഹ്മാൻ എടത്താണി പറഞ്ഞു. കാടാമ്പുഴയിൽ ബീവറേജ് ഔട്ട്ലെറ്റ് തുടങ്ങുന്നതിനുള്ള സർക്കാർ നീക്കം ഉപേക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് മുസ്ലിം യൂത്ത് ലീഗ് മറക്കര പഞ്ചായത്ത് കമ്മിറ്റി നടത്തിയ നൈറ്റ് മാർച്ച് സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മദ്യത്തിനും ലഹരിക്കുമെതിരെ യൂത്ത് ലീഗ് നടത്തുന്നത് ധാർമ്മിക സമരമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇത് നാം തിരിച്ചറിയേണ്ടത് ഒരു നാട്ടിലെ യൗവനത്തിന് മുഴുവൻ അങ്ങ് വിട്ടേച്ചു കൊടുക്കുക, ഒരു നാടിനെ തകർക്കുക, ഒരു നാട്ടിലെ ജനങ്ങളോട് ഒരു പ്രതിബദ്ധതയില്ലാത്ത ഒരു സമൂഹത്തെ സൃഷ്ടിക്കുക. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എനിക്ക് എന്റെ ഒരൊറ്റ അനുഭവം ഞാൻ പറയും. ഒരു സ്കൂളിൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാത്രി വീട്ടിൽ നിന്നിറങ്ങി അച്ഛനോട് പെൻസിൽ വേണം, റബ്ബർ വേണം എന്ന് പറഞ്ഞ് സ്ലേറ്റ് വേണമെന്ന് പറഞ്ഞയക്കുന്ന പാവപ്പെട്ട വീട്ടിൽ ഒരു കുട്ടി അച്ഛൻ കൊണ്ടുവരുന്ന സ്ലേറ്റിന് വേണ്ടി, റബ്ബറിന് വേണ്ടി, പെൻസിൽ വേണ്ടി കാത്തിരിക്കുമ്പോ അച്ഛൻ നിലത്തുറക്കാത്ത കാലുമായി വന്ന് അമ്മയെ തല്ലുന്ന ആ ഭീകരത കണ്ടാൽ ആ കുട്ടിയുടെ മനസ്സിലുണ്ടാകുന്ന സംഘർഷം എത്രയാണ് എന്ന് നിങ്ങൾ അറിയുമോ എന്ന് ഞാൻ ആ സദസ്സിനോട് ചോദിച്ചപ്പോൾ ഒരു കുട്ടി പൊട്ടി പൊട്ടി കരയുകയാണ്. ആ കുട്ടിയെ ടീച്ചർ വിളിച്ചു. ആ കുട്ടിയുടെ ജീവിതത്തിലെ അനുഭവമാണത്. നിങ്ങൾ അറിയുക, ആയിരക്കണക്കിന് കുട്ടികൾ അങ്ങനെയുണ്ട്. അത് ജാതിയുടെയോ മതത്തിന്റെയോ മതക്കെട്ടുകളില്ല. എന്ത് സന്തോഷമാണ്, സംതൃപ്തിയാണ് പ്രതീക്ഷിക്കുന്നത് ഗവൺമെന്റ്. അതാ ഞങ്ങൾക്കറിയാത്തത്. ഈ നാട്ടിലെ മുഴുവൻ രോഗികളാക്കി, മദ്യപാനികളാക്കി ഒരു സമൂഹത്തെ മാറ്റിയിട്ട് ഇവരെന്താണ് ഇതിൽ പ്രതീക്ഷിക്കുന്നത്? ഒരു നാടിനെ നശിപ്പിക്കുകയാണ്. ഗവൺമെന്റിന് സാമ്പത്തിക നേട്ടം ഉണ്ടായേക്കാം, ഗവൺമെന്റിന് സാമ്പത്തിക നേട്ടം ഉണ്ടായേക്കാം. പക്ഷെ ആ സാമ്പത്തിക നേട്ടത്തിനേക്കാൾ ഉപരി ഒരു മനുഷ്യന്റെ യൗവനത്തെ മുഴുവൻ തകർക്കുക, മനുഷ്യ വിഭവശേഷിയെ നശിപ്പിക്കുക, ഇതിനെതിരായി വലിയ രോഷമുയരണം. ഞാൻ നിങ്ങളോട് തീർത്ത് പറയട്ടെ, നിങ്ങളുടെ ഈ സമരം പാഴാകില്ല. ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് ദൈവികമായ ഒരു പിൻബലം കൂടി കിട്ടുന്നതാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഈ കാണുന്നതാകില്ല ഈ പരിസരം. ഞാൻ തീർത്തു പറയട്ടെ, ഒരു ഔട്ട്ലെറ്റ് വരുന്നതോടുകൂടി ഈ പരിസരം ഇങ്ങനെയാകില്ല. തിരൂർ അനുഭവിക്കുന്നു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കള്ള് വിറ്റഴിക്കപ്പെട്ടത് എവിടെയെന്ന് ഓരോ ഉത്സവങ്ങളിലും കണക്കെടുക്കുമ്പോൾ അത് തിരൂരിലാണ് എന്നറിയുമ്പോൾ ലജ്ജിച്ച് തല താഴ്ത്തേണ്ടി വരുന്നു. കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാർ ജനങ്ങളുടെ ക്ഷേമം ലക്ഷ്യം വെക്കുന്നതിന് പകരം ജനവിരുദ്ധമായാണ് പ്രവർത്തിക്കുന്നത്. UDF സർക്കാരിന്റെ മദ്യനിരോധനം എടുത്തുകളഞ്ഞ LDF സർക്കാർ ജനങ്ങളോട് ചെയ്തത് ഏറ്റവും വലിയ അനീതിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. യൂത്ത് ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് AP ജാഫർ അലി അധ്യക്ഷനായിരുന്നു. മൊയ്തു വെട്ടിച്ചിറ മുഖ്യ പ്രഭാഷണം നടത്തി. അങ്ങനെ ഒരു കുഴപ്പമുണ്ടാകാതിരിക്കണമെങ്കിൽ എന്ത് വേണം? മദ്യം നിരോധിക്കണം. അപ്പൊ ഈ 3 ദിവസം മദ്യനിരോധനമാണ്, 3 ദിവസം അവധി. പിന്നെയോ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുമ്പോ അന്നും മദ്യശാലകൾക്ക് അവധിയാണ്. തെരഞ്ഞെടുപ്പിന്റെ ആഹ്ലാദം നോക്കുമ്പോ ആരെങ്കിലും കുടിച്ചാൽ പ്രശ്നമുണ്ടാക്കും, ആരുടെയെങ്കിലും ഒക്കെ നെഞ്ചത്ത് കയറുമെന്നാണ് അതിന്റെ അർത്ഥം. പ്രിയമുള്ളവരെ, അപ്പൊ ബാക്കി ദിവസങ്ങളിലെല്ലാം സംഭവിക്കുന്നത് എന്താണ്? ഈ നെഞ്ചത്ത് കയറ്റവും ഈ ചെലവും ഈ നശിപ്പിക്കലുമല്ലേ? മുസ്ലിം ലീഗ് മണ്ഡലം വൈസ് പ്രസിഡന്റ് AP മൊയ്തീൻകുട്ടി മാസ്റ്റർ, പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് OK സുബൈർ, ജനറൽ സെക്രട്ടറി മൂർക്കത്ത് അഹമ്മദ് മാസ്റ്റർ, ട്രഷറർ അബൂബക്കർ തുറക്കൽ, യൂത്ത് ലീഗ് ജില്ലാ പ്രവർത്തക സമിതി അംഗം PV നാസിമുദ്ദീൻ, മണ്ഡലം വൈസ് പ്രസിഡന്റ് മുസ്തഫ തടത്തിൽ, പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ജുനൈദ് പാമ്പലത്ത്, OK കുഞ്ഞിക്കോം മാസ്റ്റർ, ഫഹദ് കരേക്കാട് എന്നിവർ സംസാരിച്ചു. മുസ്ലിം യൂത്ത് ലീഗ് പഞ്ചായത്ത് ഭാരവാഹികളായ അഡ്വക്കേറ്റ് AK സക്രിയ, KP ഫൈസൽ, ഷിഹാബ് മങ്ങാടൻ, PT ഗഫൂർ, ഫഹദ് കരേക്കാട്, സിദ്ദീഖ് കരിങ്കപ്പാറ, MSF പഞ്ചായത്ത് പ്രസിഡന്റ് ഫവാസ് നെടുവഞ്ചേരി, ജനറൽ സെക്രട്ടറി റജീൽ KK എന്നിവർ പ്രസംഗിച്ചു. പിലാത്രയിൽ നിന്നും ആരംഭിച്ച നൈറ്റ് മാർച്ച് കാടാമ്പുഴ മൈത്രി ഭവൻ പരിസരത്ത് സമാപിച്ചു. കാടാമ്പുഴയിൽ ബീവറേജ് ഔട്ട്ലെറ്റ് തുറക്കാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധാത്മക പ്രവൃത്തി തീപ്പന്തങ്ങളേന്തി 100 കണക്കിന് പ്രവർത്തകരാണ് മാർച്ചിൽ പങ്കെടുത്തത്.